കൃഷ്ണ ഗുരുവായൂരപ്പ. ഇന്നിപ്പോൾ ബുധനാഴ്ച നിർമ്മാല്യ ദർശനമാണ്. 27 27/8/25 നിർമ്മാല്യ ദർശനം. വളരെ മനോഹരമായിട്ടുള്ള സമയമാണ്. കാരണം എന്താ വെച്ചാൽ ഭഗവാന് പുണ്യാഹമൊക്കെ കഴിഞ്ഞ് ഇന്നലെ പുണ്യാഹമായിരുന്നു. ഇന്നലെ നിർമ്മാല്യത്തിന് ശേഷം ഉച്ചവരെയും തിരക്ക്, അതായത് ദർശനം ഉണ്ടായിരുന്നില്ല. 18 പൂജകളും 18 ശിവേലിയൊക്കെ ആയിട്ട് ഭഗവാന്റെ ശ്രീലകത്തും നാലമ്പലത്തിലും ചുറ്റമ്പലത്തിലൊക്കെ അതിൻ്റെ തിരക്കുകളായിരുന്നു. ഇന്നിപ്പോൾ അത് പ്രശ്നമൊന്നുമില്ല. എന്തായാലും പുണ്യാഹമൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം വീണ്ടും ഒരു ശുദ്ധീകരണത്തിന് എന്ന് പറഞ്ഞ പോലെ നല്ല മഴ പെയ്തു. അപ്പോൾ ശുദ്ധീകരണമൊക്കെ വളരെ ഭംഗിയായി എന്നുള്ളത് പ്രകൃതി പോലും അതിനനുകൂലമായിട്ട് നിന്നു എന്നുള്ളതാണ്. അപ്പോൾ ഭഗവാന്റെ കാര്യമാവുകൊണ്ട് എല്ലാ തരത്തിലും അത് ഗുണമാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്നലത്തെ പൂർവാധികം ഭംഗിയോടെ ശുദ്ധിയോടെ ഭഗവാന്റെ നിർമ്മാല്യ ദർശനമാണ് ഇന്നത്തെ. അപ്പം അത് വളരെ മനോഹരം തന്നെയാണ്. ധാരാളം ഭക്തജനങ്ങൾ അതിനായിട്ട് വന്നിട്ടുണ്ട്. നിർമ്മാല്യ സമയത്ത് എന്ന് പറഞ്ഞാൽ തലേ ദിവസത്തെ ഉച്ചപൂജ കഴിഞ്ഞിട്ടുള്ള കളഭാലങ്കാരം, അതേപോലെ രാത്രി അത്താഴപൂജ കഴിഞ്ഞിട്ടുള്ള കാഴ്ചയൊക്കെ ഇന്ന് രാവിലെ കാണുന്നതിനെയാണ്. ഇന്ന് രാവിലെ പുലർച്ചെ 3 മണിക്കാണ്, നാഴികമണി 3 അടിക്കുന്ന സമയത്ത് ആണ് ഗുരുവായൂരപ്പൻ്റെ നിർമ്മാല്യ ദർശനം നട തുറക്കുക. ആ സമയത്തുള്ള കാഴ്ചയാണ്. ദേവകൾ പൂജിതമായ, അതായത് നമ്മൾ രാത്രി അത്താഴപൂജയ്ക്ക് ശേഷം തൃപ്പുകയ്ക്കൊക്കെ ശേഷം നട അടച്ചു കഴിഞ്ഞാൽ ദേവകൾ വന്ന് പൂജിക്കുന്നു ഭഗവാനെ, ഗുരുവായൂരപ്പനെ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ആയ ആ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിർമ്മാല്യ ദർശനം. കാരണം അതാണ് ചെല്ലുമ്പോൾ ആദ്യം കിട്ടുന്ന ആ ഒരു കിട്ടൽ, അത് നല്ല ആ ഒരു അനുഗ്രഹമാണ് ഭഗവാന്റെ. അത് കിട്ടാനായിട്ടാണ് നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടിയിട്ടൊക്കെ നിർമ്മാല്യ ദർശനത്തിനായിട്ട് നിൽക്കുന്നത്. അത് തലേ ദിവസം തന്നെ വന്നിട്ടൊക്കെ ക്യൂ നിന്ന ഭക്തജനങ്ങൾക്കാണ് ഈ നിർമ്മാല്യ ദർശനം കിട്ടുന്നത്. വളരെ എന്താ പറയുക, മനസ്സിനും ശരീരത്തിനൊക്കെ ഏറ്റവും കൂടുതൽ ഫലപ്രാപ്തിയുള്ള നിർമ്മാല്യ ദർശനമാണ്. അപ്പോൾ ആ നിർമ്മാല്യ ദർശനം ഇന്നത്തെ ബുധനാഴ്ചത്തെ. ഇന്നിപ്പോൾ അതുപോലെ വിനായക ചതുർത്ഥിയാണ്. അപ്പോൾ ഇന്ന് ഭഗവാന്റെ കിഴക്കേ നടയിൽ ആ പൂക്കളമിട്ടിരിക്കുന്നത്, ചിത്തിര പൂക്കളിട്ടിരിക്കുന്നതും വിനായകനെ വെച്ചിട്ടാണ്. അതും വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ ഇന്ന് വന്ന് ഭഗവാനെ കാണാൻ നിൽക്കുന്ന, ആ നിർമ്മാല്യ ദർശനത്തിനും ഒക്കെ നിൽക്കുന്ന എല്ലാ ഭക്തർക്കും ഈ പൂക്കളവും കാണാൻ പറ്റി. അപ്പോൾ അതൊക്കെ ഒരു വളരെ മഹാഭാഗ്യമായിട്ട് തന്നെയാണ് ഇന്നത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ. അസുലഭമായിട്ട് തന്നെ കിട്ടുന്ന, അതായത് ഇങ്ങനെയുള്ള സമയങ്ങളിൽ മാത്രം, ഓണാഘോഷങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ പൂക്കളങ്ങൾ വരുന്നതും കാഴ്ചയൊക്കെ ഉണ്ടാവുന്നതും. അപ്പോൾ എല്ലാവർക്കും ആ ഒരു അനുഗ്രഹം കൂടി, ഗുരുവായൂരപ്പൻ്റെയും വിഘ്നേശ്വരൻ്റെയൊക്കെ അനുഗ്രഹം കൂടെ ഉണ്ടാവും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.